ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നല്ലൊരു ഹെയർ ഓയിലിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെയധികം ഗുണങ്ങളുള്ള നമ്മുടെ മുടി കൊഴിച്ചിൽ, താരൻ, അങ്ങനത്തെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ലൊരു ഓയിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇലകളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യോന്നിയാണ്, അതുപോലെ കുറച്ച് കറിവേപ്പില, 2-3 തുളസി ഇല, അങ്ങനെ കുറച്ച് ഇലകൾ എടുത്തിട്ടുണ്ട്. എല്ലാം ഒരു കൈപ്പിടിയിൽ. നമ്മൾ ഒരുപാട് എണ്ണ ഉണ്ടാക്കുന്നില്ല, കുറച്ച് എണ്ണ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് 2 കറ്റാർവാഴയാണ് എടുത്തിട്ടുള്ളത്. അതും പിന്നെ നമ്മൾ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെയോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവ നമ്മൾ വെള്ളത്തിയിട്ട് ഒന്ന് കുതിർത്തെടുത്തതാണ്, അതെല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില, നമ്മുടെ കയ്യോന്നിയും നമ്മളൊരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കറ്റാർവാഴ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതുകൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറ്റാർവാഴ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉലുവ അതുകൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇത് ഒരു പാത്രത്തിലേക്ക്, നമ്മൾ എണ്ണ കാച്ചുന്ന പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഞാൻ ഇവിടെ 1 ഗ്ലാസ് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ഓയിൽ നമ്മൾ എടുക്കുന്നില്ല. ഇത് നമ്മൾ നല്ല ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങിയതാണ്, അത് എടുക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി, കൂടെ തന്നെ ഒരു 3-4 കുരുമുളക്, അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ഗ്രാമ്പു കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നീരിളക്കും പനിയോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ച് നമുക്കിതൊന്ന് കാച്ചിയെടുക്കാം. എണ്ണ കാച്ചിയെടുക്കുമ്പോൾ ഒരുപാട് തീ വേണ്ട, ഏറ്റവും കുറഞ്ഞ തീയിൽ കാച്ചിയെടുക്കുന്നതായിരിക്കും നല്ലത്. എണ്ണയുടെ ഗുണങ്ങളെല്ലാം അതുപോലെ തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ എണ്ണയുടെ അല്ല, നമ്മുടെ പച്ച മരുന്നിൻ്റെ എല്ലാം ഗുണങ്ങൾ അതുപോലെ കിട്ടും. കറിവേപ്പിലയും കയ്യോന്നിയും ഒക്കെ നന്നായിട്ട് മുടി വളരാൻ സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മൾ കരിഞ്ജീരകവും കറ്റാർവാഴയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മുടിയുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്കും അതുപോലെ തലയിലുള്ള താരനും അലർജിയും ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഓയിലാണ്. ഇങ്ങനെയാണ് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത്, ഒരുപാട് ഉണ്ടാക്കാറില്ല. PCOD ഉണ്ടായിരുന്നത് കാരണം എൻ്റെ മുടി കൊഴിച്ചിലും മാറിക്കിട്ടിയതും താരൻ മാറിയതും ഒക്കെ ഈ ഒരു ഓയിൽ കാരണമാണ്. നമ്മളിതിൽ ചേർത്ത കുഞ്ഞുള്ളി നല്ലതായിട്ട് മൂത്ത് കിട്ടിയാൽ നമ്മുടെ എണ്ണ പരുവമായി. അപ്പോൾ നമ്മുടെ എണ്ണ പരുവമായിട്ടുണ്ട്. ഇനി അത് ഞാൻ മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ നമ്മളിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് തുണി വെച്ച് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാൻ മതി നിന്ന് ഓയിൽ. അപ്പം നല്ലതായിട്ട് നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. എല്ലാ താരനും മുടി കൊഴിച്ചിലും എല്ലാവിധ മുടി കൊഴിച്ചിലും മാറി മുടി നന്നായിട്ട് വളരാൻ ഈ ഒരു ഓയിൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം പച്ചക്കർപ്പൂരം ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ചേർത്തില്ല എങ്കിലും നമ്മുടെ ഓയിലിന് നല്ലൊരു മണമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വളരെ നല്ല ഒരു ഓയിലാണ്. ഇത് നമുക്കിനി ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ച് നോക്കണം, വളരെ നല്ല റിസൾട്ടാണ്. അപ്പോൾ താങ്ക് യു.